والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا جاءتهم الحسنة قالوا لنا هذه وإن تصبهم سيئة يطيروا بموسى ومن معه ألا إنما طائرهم عند الله ولكن أكثرهم لا يعلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കൾ, നമ്മളുടെ ഞായറാഴ്ചകളിൽ നടക്കുന്ന ക്ലാസ് കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ നടന്നിട്ടില്ല. നടക്കാതിരിക്കാൻ കാരണം നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും ഒരു പൊതുവായ വിഷയത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ആധികാരിക വിഷയങ്ങളെ സംബന്ധിച്ചപ്പോൾ ഒരു കുറഞ്ഞ സമയത്തെ ക്ലാസ്, എല്ലാ ബുധനാഴ്ചകളിലും നമ്മുടെ റിയാദുസ് സാലിഹീൻ ഹദീസ് ക്ലാസ്സുകളാണ് നമ്മൾ നടത്തി വന്നിരുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ നടക്കാതിരിക്കാൻ കാരണം നമ്മളുടെ ലൈവ് പ്രോഗ്രാമുകൾ വളരെ സജീവമായി കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇപ്പോൾ നല്ല പണ്ഡിതന്മാരും പ്രഗത്ഭരായ വാഗ്മികളുമൊക്കെ ധാരാളം പ്രസംഗ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് ദിവസമായ ഞായറാഴ്ച നാട്ടിൽ അവധിയായതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴും ഞാൻ 1-2 പരിപാടികൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇഷ്ടംപോലെ പരിപാടികൾ ഭംഗിയായിട്ട് നടത്തുന്നതുകൊണ്ട് അവിടെ നിന്നൊക്കെ ബൈലക്സ് വഴി ആ ക്ലാസ്സുകൾ ലൈവായിട്ട് കമ്പ്യൂട്ടർ ക്ലാസ്സുകളിൽ എത്തുന്നതുകൊണ്ട് അൽഹംദുലില്ലാഹ് ആ ക്ലാസ്സുകളൊക്കെ തന്നെ ധാരാളം മതി എന്നതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് ആ സമയത്ത് നടത്താൻ നമുക്ക് കഴിയാതെ പോയത്. അതിന്റെ ഒരു പ്രയാസം നമുക്ക് വ്യക്തിപരമായിട്ട് നടത്തിയില്ല എന്ന് തോന്നുമെങ്കിലും നല്ല നല്ല വിഷയങ്ങൾ നമുക്ക് വിസ്തയാറും നസാദ് മൗലവി അതുപോലെയുള്ള നമ്മുടെ അബ്ദുൽ ലത്തീഫ് പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. അതിന്റെ വൈവിധ്യവും സൗകര്യവും ഒക്കെ വളരെ ഉപകാരപ്പെടുന്നു എന്നതാണ് സാമഗ്രിയായിട്ട് പറയാനുള്ളത്. നമ്മൾക്ക് നമ്മുടെ ക്ലാസ് 9 മണിക്കാണ് തുടങ്ങാൻ മുൻപേരായിട്ടുണ്ട്. 10 മണി വരെ ഇൻഷാ അല്ലാഹ് അരമണിക്കൂർ നേരം നമുക്ക് ഈ ക്ലാസ് തുടർന്നു പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. 10 മണിയാകുന്നതോടുകൂടി ഇവിടെ കറണ്ട് കട്ട് തുടങ്ങാണ്. അപ്പൊ അത് ഒരമണിക്കൂറോളം ജസ്റ്റ് നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയും തോന്നുന്നുണ്ട്. എല്ലാവരും അനുഗ്രഹിക്കുമാറാവും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇനി ഈ ക്ലാസ്സിലും പറയാൻ ഉദ്ദേശിക്കുന്നത്. ആധുനികമായ സമൂഹം ഈ ഭൗതിക തലത്തിൽ ധാരാളം പുരോഗതികൾ കൈവരിച്ച ഒരു സമൂഹമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശാസ്ത്ര രംഗത്ത്, സാങ്കേതിക രംഗത്ത്, അത് മറ്റു മേഖലകളിലൊക്കെയും വലിയ കുതിച്ചുചാട്ടവും പുരോഗതിയും ഒക്കെ കൈവരിച്ച സമൂഹമാണെങ്കിൽ തന്നെയും വിശ്വാസത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. വിശ്വാസ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് പരമപ്രധാനമായ ഒരു കാര്യമായതുകൊണ്ട് ഈ കാര്യം എല്ലായ്പ്പോഴും നമ്മൾ ഊന്നിപ്പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി മത ഭേദമില്ലാതെ, മുസ്ലിം എന്നോ ഇതര സമുദായങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ആളുകളിലും ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന നമ്മൾ കാണാൻ കഴിയും. നമ്മൾ വിശുദ്ധ ഖുർആന്റെ ആളുകളാണ്, തൗഹീദിന്റെ ആളുകളാണ്, അന്ധവിശ്വാസങ്ങൾക്ക് എതിര് നിൽക്കുന്ന ആളുകളാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ നമ്മുടെ സമുദായത്തിൽ ഇപ്പോഴും ധാരാളം അന്ധവിശ്വാസം ഇടതടവില്ലാതെ നിലനിൽക്കുകയും അതൊക്കെ ഒരു വിശ്വാസം എന്ന നിലക്ക് കൊണ്ടുനടക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണാൻ കഴിയും. ഈ ലക്ഷണക്കേട്, ശകുനപ്പിഴ, അതുപോലെ അശുഭം, അശ്രീകരം എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നതാണ്. നമ്മെ സംബന്ധിച്ച് ഈ ലക്ഷണക്കേടുകളും ലക്ഷണങ്ങളും ഒന്നുമില്ല. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രകൃതിയിലെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നടന്നു പോകുന്നു. പക്ഷേ അധിക ആളുകളും ഒരു മതവിശ്വാസം പോലും വ്യത്യാസമില്ലാതെ അധിക ആളുകളും പല ലക്ഷണങ്ങളും നല്ലതായി കാണുന്നു, പല ലക്ഷണങ്ങളും ലക്ഷണക്കേടുകളായിട്ട് കാണുന്നു. ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിന്റെ തന്നെ ഒരു അടിസ്ഥാന ഭാഗമാണ് ഈ ലക്ഷണവും ലക്ഷണക്കേടുമൊക്കെ. അവർ പറയുന്ന വാക്കുകൾ ലക്ഷണക്കേടാണ്, അവലക്ഷണമാണ്, അശ്രീകരം, ശ്രീകരമല്ലാത്ത നല്ലതല്ലാത്തത്, ലക്ഷണമൊത്തതല്ലാത്തത് എന്നൊക്കെ അശ്രീകരം
എന്ന് അവർ ഒരു ചീത്ത വാക്കായിട്ട്, ആളുകൾ ചീത്ത വിളിക്കാൻ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് നമ്മൾ കാണാം. അശുദ്ധമാണ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന അതേ വിശ്വാസം ഈ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മുസ്ലിം സമൂഹത്തിലെ ആളുകളിലും നിലനിൽക്കുന്ന നമ്മൾ കാണാൻ കഴിയും. ഹിന്ദുക്കളെ സംബന്ധിച്ച് ഈ ശുഭലക്ഷണങ്ങളായി കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ ഈ നമ്മളുടെ ആളുകൾക്ക് അറപ്പ് തോന്നുന്ന കാര്യം, ഉദാഹരണമായിട്ട് മദ്യം. ഹിന്ദുക്കളെ സംബന്ധിച്ച് മദ്യം കാണുക അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുക, ഒരു രാവിലെ തന്നെ അത് കാണുക എന്നുള്ള ഒരു ശുഭലക്ഷണമാണ്. പന്നിയിറച്ചി എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു ശുഭലക്ഷണമാണ്. ശവം കാണുന്നത് ഒരു നല്ല ലക്ഷണമായിട്ടാണ് അവർ കാണുന്നത്. വേശ്യ സ്ത്രീയെ കാണുന്നത് നമ്മളെ സംബന്ധിച്ച് എത്ര മോശമായി നമ്മൾ കരുതിയാലും ഹിന്ദുക്കളെ സംബന്ധിച്ച് അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. ഈ വേശ്യ സ്ത്രീയെ കാലത്ത് എഴുന്നേറ്റ് വരുമ്പോൾ കണ്ടു എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ലക്ഷണമായിട്ട് അവർ കാണുന്നുണ്ട്. തൈര്, അവർ കയറിട്ട് പോകുന്നൊരു കാളെ കണ്ടാൽ അതൊരു നല്ല ലക്ഷണമായിട്ട് അവർ കാണും. അപ്പൊ ഇങ്ങനെ കുറെ നല്ല ലക്ഷണങ്ങൾ നമുക്ക് അശുഭമാണ്, മോശമാണ് എന്നൊക്കെ തോന്നുന്നത് അവരുടെ വിശ്വാസം അനുസരിച്ച് നല്ല ലക്ഷണങ്ങളാണ്. അതേപോലെ അശുഭ ലക്ഷണങ്ങളായിട്ട് അവർ എണ്ണുന്ന ചില നോക്കുക, വെണ്ണീർ, കഴുത, ചൂല്, മുറം, പോത്ത്, പൂച്ച, ഗർഭിണി, വിധവ. ഒരു വിധവയൊക്കെ കണ്ടാൽ അവരെ സംബന്ധിച്ച് വളരെ മോശമാണ്. വൈധവയെ സംബന്ധിച്ച്, സ്ത്രീയെ സംബന്ധിച്ച് അശുഭ ലക്ഷണമാണ്. ഒരു ഗർഭിണിയെ കാണുന്നത് അശുഭ ലക്ഷണമാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവർ അശുഭ ലക്ഷണമായിട്ട് കാണും. അപ്പൊ ഹിന്ദുക്കളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് എങ്കിലും നമ്മളുടെ ആളുകളുടെ ഇടയിലും ഇങ്ങനെ ലക്ഷണം നോക്കുന്ന സമ്പ്രദായമുണ്ട്. ഈ ഏറ്റവും പൗരാണികമായ സമൂഹത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിലുണ്ടായ സംഭവം വിശുദ്ധ ഖുർആൻ നമ്മളുടെ മുമ്പിൽ ഉദ്ധരിച്ചു കാണിക്കുന്നു. ഹൂദ് നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിലുള്ള സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. പൗരാണിക സമൂഹത്തിൽ ഈജിപ്തിലായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാം വന്നത്. ഈജിപ്തിൽ ആ സമൂഹത്തിന് വന്നിരുന്ന ഈ വരൾച്ച, അതുപോലെ വിളനാശം, കാർഷിക നാശം, ഇങ്ങനെയുള്ള പല ദുരിതങ്ങളും പ്രകൃതി ദോഷങ്ങളും നമ്മൾ പറയുന്ന സാധാരണ പറഞ്ഞു വരാറുള്ള അള്ളാഹുവിന്റെ പരീക്ഷണമായിട്ടും ശിക്ഷയായിട്ടും വരുന്ന ഇങ്ങനെയുള്ള പല സംഗതികളും സംഭവിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമോട് പറഞ്ഞൊരു വാക്യം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ പ്രവാചകനായി, പ്രബോധകനായിട്ട് ആ ജനങ്ങളെ സത്യമതത്തിലേക്കും തൗഹീദിലേക്കും ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അദ്ദേഹത്തെ ആ ജനങ്ങൾ നേരിട്ട് രൂപമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന വരൾച്ചകളും കഷ്ടപ്പാടും ഈ പ്രകൃതിപരമായ ഓരോ പ്രശ്നങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ എത്തുമ്പോൾ അവരതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ഫൈദാ ജാഅത്തുൽ ഹസനത്തു, അവർക്ക് വല്ല നന്മയും വന്നു കഴിഞ്ഞാൽ ഖാലൂ ലനാ ഹാദിഹി, ഇതൊക്കെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണെന്ന് അവർ പറയും. വല്ല നന്മയും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു പരീക്ഷണമായിട്ട് അവർക്ക് വരികയാണെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ഈജിപ്തിലെ ആ ജനങ്ങൾ അവരതിനെ വിലയിരുത്തിയിരുന്ന രൂപം വിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്നത് ഖാലൂ ലനാ ഹാദിഹി, ഇതൊക്കെ ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങളുടെ അനുഗ്രഹം, ഞങ്ങളുടെ യോഗ്യരായതുകൊണ്ട് പടച്ചവൻ നൽകിയ അനുഗ്രഹമാണെന്ന് അവർ പറഞ്ഞിരുന്നു. വൈൻ തുസിബുഹും സയ്യിഅത്തുൻ, ഇനി അവർക്ക് വല്ല തിന്മയും ബാധിച്ചാൽ യത്തയ്യറൂ ബിമൂസാ വമൻ മഅഹു, ഉടനെ തന്നെ അവരെന്ത് ചെയ്യും? മൂസാ നബിയുടെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുടെയും പേരിലുള്ള ശകുനപ്പിഴയായിട്ട് അതിനെ കാണുമായിരുന്നു. ശകുനപ്പിഴയായിട്ട് അവർ കാണുമായിരുന്നു. അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, അറിയുക അവരുടെ എല്ലാ ലക്ഷണവും അള്ളാഹുവിന്റെ അടുക്കൽ തന്നെയാണ്. വലക്കിൻ അക്സറഹും ലാ യഅലമൂൻ, പക്ഷെ അധിക ആളുകളും അത് അറിയുന്നില്ല എന്നാണ്. ഇവിടെ നോക്കി നിങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ജനത അവർക്ക് വല്ല നന്മയൊക്കെ വന്നു വഹിച്ചാൽ അവർ പറയും, ഞങ്ങൾ മഹത്വം കൊണ്ട്, ഞങ്ങളുടെ യോഗ്യത കൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട് കുറെ നന്മകൾ കിട്ടിയെന്ന്. ഏത് കാലത്തും മനുഷ്യന്മാരുടെ മനസ്സിൽ അങ്ങനെ തന്നെ നന്മ വരുമ്പോഴൊക്കെ ഞങ്ങൾ യോഗ്യരാണ്, നന്മയുടെ ആളുകളായതുകൊണ്ട് അർഹിക്കുന്നവരാണ് എന്നൊക്കെ അവരെ വിലയിരുത്തി. ഒരു തിന്മയും ബാധിച്ചാൽ അവർ പറയുന്നു, മൂസേ നിന്റെ ഈ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങുന്ന ഓരോ ശിക്ഷ നിന്റെ കൊണ്ടുള്ള ലക്ഷണക്കേടാണിത്, നിന്റെ പൊരുത്തക്കേടാണ്, നിന്നെ കൊണ്ടുള്ള പൊരുത്തക്കേടാണ്, ലക്ഷണക്കേടാണ് എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി ഇസ്ലാമിയെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും അവർ ശപിക്കുമായിരുന്നു. അതായിരുന്നു അവരുടെ നിലപാട്. അള്ളാഹുവിന് പറയുന്നത് ഇന്നമാ ത്വായിറും ഇൻദല്ലാഹ്, അവിടെ ത്വായൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ തന്നെയാണ്. ത്വായിർ എന്ന വാക്ക് പക്ഷി എന്നാണ് അർത്ഥം. പക്ഷി എന്ന വാക്ക് ഇതിന് പ്രയോഗത്തിൽ വരാനുണ്ടായ ഒരു കാരണം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, ജാഹിലിയ്യ കാലഘട്ടത്തിലും അതിന് മുമ്പുള്ള കാലഘട്ടത്തിലുമൊക്കെ അവർ സ്വീകരിച്ചിരുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു പ്രയോഗമാണ്. അവർ സ്വീകരിച്ചിരുന്ന നിലപാട്, അവരെന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യണോ ചെയ്യണ്ടേ എന്ന് ഒരു വിധിയിലേക്ക് എത്താൻ വേണ്ടി, തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി അവർ ചെയ്തത് പക്ഷിയെ പറപ്പിക്കുകയും
പക്ഷി ഇങ്ങനെ പറപ്പിച്ചുവിടും. പക്ഷിയെ പറപ്പിച്ചുവിടുമ്പോൾ പക്ഷി വലതുഭാഗത്തേക്ക് പറഞ്ഞാൽ യെസ് അതെ ഞാൻ ചെയ്യാം എന്നും, ഇടതുഭാഗത്തേക്ക് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല എന്നും അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. വലതുഭാഗത്തേക്ക് പോകുന്നതിനെ ശകുനമായിട്ടും നല്ല ശകുനമായിട്ടും ശുഭലക്ഷണമായിട്ടും, ഇടതുഭാഗത്തേക്ക് പറക്കുന്നതിന് അശുഭലക്ഷണമായിട്ടുമായിരുന്നു ആ ജനത കണ്ടിരുന്നത്. ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ പക്ഷിയുടെ പറപ്പിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ത്വാഹിറും ലക്ഷണം നോക്കുന്നത് എന്ന അർത്ഥത്തിൽ പിന്നീട് പ്രയോഗത്തിൽ വന്നാണ്. അതേ സംഗതി തന്നെയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു ത്വാഹിറുഹും അവരുടെ ലക്ഷണം എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കലാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതേ കാര്യം മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ കാലത്ത് ഈജിപ്തിലെ ജനങ്ങൾ വെച്ചുപുലർത്തിയ ഒരു വിശ്വാസമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഇതേ സംഗതി നിലനിന്നിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പക്ഷിയെ പറപ്പിച്ചുകൊണ്ടായിരുന്നു അവർ ലക്ഷണം തീരുമാനിച്ചിരുന്നത്. അവർക്ക് അങ്ങനെ ഒരു യാത്രക്ക് ഒരുങ്ങിയാൽ, ഒരു വിവാഹത്തിന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുതിരുമ്പോൾ അവിടെയൊക്കെ തീരുമാനം അന്തിമമായിട്ട് കിട്ടാൻ ശരിയോ തെറ്റോ നല്ലതോ തീയതോ എന്നൊക്കെ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി അവർ ചെയ്തിരുന്ന ഒരു കാര്യം ഈ പക്ഷിയെ പറപ്പിച്ച് വലത്തോട്ടോ ഇടത്തോട്ടൊക്കെ പറപ്പിച്ചിട്ട് അതിന്റെ പറക്കയുടെ ഗതിയൊക്കെ നോക്കിയിട്ട് ലക്ഷണം കെട്ടത് ലക്ഷണമുള്ളത് എന്നൊക്കെ പറയുന്ന ഒരു നിലപാട് അവരും സ്വീകരിച്ചിരുന്നു. അപ്പൊ ഇസ്ലാമിന് മുമ്പും ജാഹിലിയ്യ കാലഘട്ടത്തിലും മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിലും ഒക്കെ ഇതേ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം, നോക്കൂ വിശുദ്ധ ഖുർആൻ പറയുന്നത് തയ്യർനാബിക്ക. അവർ പറഞ്ഞു സമൂദ് ഗോത്രക്കാര് സ്വാലിഹ് നബിയെ പറ്റി പറഞ്ഞാണ്. സ്വാലിഹ് നബി ആ സമൂദ് ഗോത്രത്തിലേക്കായിരുന്നു നിയുക്തനായിരുന്നത്. അദ്ദേഹം അവർ ശരിയായ മതത്തിലേക്ക് ക്ഷണിച്ചു. പക്ഷെ ആളുകൾ അദ്ദേഹത്തെ പറ്റി ലക്ഷണത്തോട് പറഞ്ഞില്ല. ഞങ്ങളുടെ പൂർവികരായ പിതാക്കന്മാരും ഒക്കെ ആരാധിച്ചും വണങ്ങിയും ഒക്കെ വരുന്ന ദൈവങ്ങളെയും നേർച്ചക്കാരെയും പുണ്യപുരുഷന്മാരെയും ഒക്കെ തള്ളിപ്പറയുന്ന സ്വാലിഹെ, നിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ലക്ഷണക്കേട് മുഴുവൻ ഉണ്ടാകുന്നത്. നിന്നെക്കൊണ്ടാണ് ഈ ലക്ഷണക്കേട് മുഴുവൻ ഉണ്ടാകുന്നത്. ആധുനിക സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ സംബന്ധിച്ച് യാഥാസ്ഥികരായ ഖുറാഫ അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ അതേ പ്രയോഗം നടത്താറുണ്ട്. അവർ പറയുന്നതിന് നിങ്ങളെ കൊണ്ടാണ് ഈ ലക്ഷണക്കേട് മുഴുവൻ ഉണ്ടാകുന്നത്. വബിമൻ മാക്കതിന്റെ കൂടെയുള്ള ആളുകളെ കൊണ്ടാണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. കാലത്തായിരിക്കും ഇന്തല്ല എന്ന് മറുപടി പറയുന്നത്, നിങ്ങളുടെ പക്ഷി അഥവാ നിങ്ങളുടെ ലക്ഷണം നിങ്ങളുടെ അള്ളാഹുവിന്റെ അടുക്കലാണ്. ബലന്തും കൊളവും തുഫ്തനും, നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു ജനതയാണ്. അപ്പൊ സ്വാലിഹ് നബിയുടെ ആളുകളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, ഈ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയ്ക്ക് ശിക്ഷ ലഭിച്ചതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം, ഹൂദ് നബി അലൈഹി ഇസ്ലാമിയുടെ ജനത അവർക്ക് ശിക്ഷ ലഭിച്ചതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്ക് നഹസിന്റെ ദിവസം എന്നാണ്. നഹസിന്റെ ദിവസം എന്നാണ് വിശുദ്ധ ഖുർആൻ, അഥവാ ഒരു ലക്ഷണം കെട്ട ദിവസം എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ ഉപയോഗിച്ച് നമ്മൾ കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഈ ദിവസങ്ങൾക്ക്, കാലങ്ങൾക്ക്, സമയങ്ങൾക്ക്, വസ്തുക്കൾക്ക് ഒക്കെ ലക്ഷണങ്ങൾ നിശ്ചയിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാവിയും വർത്തമാനവും ഭാഗതയും ഒക്കെ തീരുമാനിക്കുന്ന ഒരവസ്ഥ എക്കാലത്തും ആൾക്കാരുടെ നിലനിന്നിരുന്നു. ഇത് നമ്മൾ ഏറ്റവും പൗരാണികമായ സംഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നാൽ ഏറ്റവും ആധുനികമായ മനുഷ്യരെ സംബന്ധിച്ചും നല്ല ശാസ്ത്രബോധവും സാങ്കേതിക ജ്ഞാനവും നല്ല ശാസ്ത്ര പണ്ഡിതന്മാരും നല്ല സയൻസ് ക്ലാസ് എടുക്കുന്ന ശാസ്ത്രജ്ഞന്മാരുമൊക്കെയായ ആളുകളുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാലും ഇതേപോലെയുള്ള ഈ ശകുനപ്പിഴകളുടെ വിശ്വാസവും അന്ധവിശ്വാസങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ അന്ധവിശ്വാസങ്ങൾ കൊണ്ടും ശകുനപ്പിഴയിലെ വിശ്വാസം കൊണ്ടൊക്കെയുള്ള അബദ്ധം അതൊരു വിശ്വാസമായിട്ട് അവരുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പിന്നെ സംഭവിക്കുന്ന എന്താണ്, ആ വിശ്വാസത്തിന്റെ അബദ്ധം കൊണ്ട്, ഈ മൂഢവിശ്വാസം കൊണ്ട് ജീവിതത്തിൽ നടക്കേണ്ട, സമൂഹത്തിന് കിട്ടേണ്ട പല നന്മകളും നഷ്ടമാകുന്നു. ഈ ലക്ഷണം നോക്കി, ലക്ഷണക്കേടൊക്കെ നോക്കി ഒരുപാട് നന്മകൾ ചെയ്യാൻ തടസ്സമായിട്ട് അത് മാറുന്നു എന്നുള്ളത് ഭൗതികമായിട്ട് അതുകൊണ്ടുണ്ടാകുന്ന ഒരു കോട്ടം കൂടിയാണ്. അപ്പൊ പാരത്രിക ജീവിതത്തിന്റെ പരലോകത്തുണ്ടാകുന്ന നഷ്ടങ്ങൾ മാത്രമല്ല, ഇഹലോക ജീവിതത്തിൽ തന്നെ ഇത്തരം ചില ലക്ഷണക്കേടുകളും ലക്ഷണങ്ങളുമൊക്കെ പലപ്പോഴും തടസ്സമായി മാറുന്നു എന്നുള്ളത് നമ്മൾ കാണാൻ കഴിയുന്നതാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ നമ്മുടെ കേരളത്തിൽ തന്നെ മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശാസ്ത്ര സമ്മേളനം, നിങ്ങൾക്ക് ആലോചിക്കൊരു ഒരു ശാസ്ത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു സമയം നിശ്ചയിച്ചിരുന്നു. സാധാരണ ഏത് പ്രോഗ്രാമും ഒരു സമ്മേളനവും ക്യാമ്പും ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ ഔദ്യോഗികമായ ഉദ്ഘാടനം ഉണ്ടാവും.
ആശംസകൾ ഉണ്ടാകും, ക്ലാസ്സുകളും പഠന സെമിനാറുകളും അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ നടത്തി തീരുമാനിച്ച ഒരു പരിപാടിയിൽ ഈ പിറ്റേ ദിവസം പത്രത്തിൽ വന്ന റിപ്പോർട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ കൃത്യസമയമായിട്ടും ആ ക്ലാസ് ശാസ്ത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നില്ല. അപ്പൊ അതിനെപ്പറ്റി വരുന്ന റിപ്പോർട്ടിൽ പിന്നീട് കാണുന്നത് ഉദ്ഘാടനം ചെയ്യാൻ ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ സമയദോഷം പറ്റിയ സമയമാണത്. സമയദോഷമുള്ള സമയമായതുകൊണ്ട് ഉദ്ഘാടനത്തിന്റെ സമയം ഊഴവും യാമവും ഒക്കെ നോക്കി മറ്റൊരു സമയത്തേക്ക് നീട്ടിവെക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ശാസ്ത്ര സമ്മേളനത്തിന് പോലും യാമവും ഊഴവും കാലവും സമയവും ഒക്കെ നോക്കി തീരുമാനിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ എന്തുമാത്രം അശാസ്ത്രീയമാണ് ഇവരുടെയൊക്കെ ചിന്ത എന്ന് പരിശോധിച്ച് നോക്കാവുന്ന. അപ്പൊ ഇങ്ങനെയാണ് ഈ ശാസ്ത്രജ്ഞന്മാരെ പോലും സ്വാധീനിക്കുന്നത് ഈ കാര്യങ്ങൾ. ഇത് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നുമല്ല. ലക്ഷണത്തോടും അന്ധവിശ്വാസവും ഒക്കെ നമ്മുടെ എല്ലാ ബുദ്ധിജീവികളുടെ അടുക്കലുണ്ട്. യഥാർത്ഥ തൗഹീദും വിശ്വാസവും ഒക്കെ സ്വീകരിക്കാത്ത ആളുകളാണെങ്കിൽ അവരൊക്കെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. എല്ലാ ശാസ്ത്ര രംഗത്തുള്ള ആളുകളും ഈ അന്ധവിശ്വാസം ഈ ലക്ഷണക്കേടുകളൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ നോക്കി, ഈ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കാണാം. വിദ്യാഭ്യാസം ഒരു വൈജ്ഞാനികമായ വളർച്ച ഉണ്ടാകാനുള്ള കാര്യമാണല്ലോ. അതിന്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിൽ നിഷ്കാസനം ചെയ്യണം, നിർമ്മാർജ്ജനം ചെയ്യണം, നല്ല ബുദ്ധിയും ശാസ്ത്രബോധവും കഴിവൊക്കെ ഉള്ള ആളുകൾ വളർന്നു വരണമെന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയില്ല, എല്ലാ വർഷവും നടക്കുന്നത് ഈ കലാലയങ്ങൾ ജൂൺ മാസത്തിൽ ആദ്യത്തിലാണ് തുറക്കുന്നത്. ജൂൺ മാസം 1-ാം തീയതി തുറക്കുന്ന അങ്ങനെ ഒരു 10 മാസത്തെ മാർച്ച് 31 കൂടിയ 10 മാസത്താണ് ഏപ്രിൽ മെയ് നമ്മുടെ സ്വാഭാവിക വെക്കേഷനാണ്, വേനലവധിയാണ്. പക്ഷെ ഏത് മാസം ഏത് വർഷത്തിലായാലും ജൂൺ 1-ാം തീയതി ഈ തിങ്കളാഴ്ചയാണെങ്കിൽ പോലും ആ 1-ാം തീയതി നമ്മൾ സ്കൂൾ തുറക്കില്ല. തിരുന്നാ തുറക്കാൻ നിങ്ങൾ ബുധനാഴ്ച വരെ നീട്ടിക്കൊണ്ടുപോയി. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് സ്കൂൾ തുറക്കണമെങ്കിൽ ബുധനാഴ്ച വരണം. ബുധനാഴ്ച സ്കൂൾ തുറക്കും. അവന്റെ തിങ്കളാഴ്ച ഒരാഴ്ചയുടെ നമ്മൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് തിങ്കൾ മുതൽ ശനി വരെ അല്ലെങ്കിൽ വെള്ളി വരെയുള്ള ദിവസങ്ങൾ 5 ദിവസങ്ങൾ അല്ലെങ്കിൽ 6 ദിവസം നമുക്ക് തുറച്ചേരി നിൽക്കുമല്ലോ. 1-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ ഇപ്പോൾ അന്ന് തുറക്കാതെ 2-ാം തീയതി 3-ാം തീയതിയിലേക്ക് നീട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും മഴ എന്തെങ്കിലും കാരണം പറഞ്ഞ് ബുധനാഴ്ചയിലേക്ക് കൊണ്ടു. അപ്പൊ എന്താ ഈ ആളുകളുടെ വിശ്വാസം? ഈ ഭരണാധികാരികളുടെയും ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന പ്രജകളുടെയും വിശ്വാസം എഴുത്തിനിരുത്താൻ ഏറ്റവും നല്ലത് ബുധനാഴ്ചയാണ്. SLC പരീക്ഷയും അതുപോലുള്ള പ്രധാനപ്പെട്ട പരീക്ഷയൊക്കെ എങ്ങനെയായാലും തുടങ്ങുന്നത് ബുധനാഴ്ച തുടങ്ങും. ബുധനും വ്യാഴം വെള്ളി അങ്ങനെ പോകും. പിന്നെ തിങ്കളാഴ്ച തുടങ്ങാൻ പറ്റുന്ന ദിവസം ഉണ്ടാകാൻ തുടങ്ങില്ല. അത് എഴുത്തിലിരുത്താൻ പരീക്ഷ എഴുതാൻ നല്ല ബുധനാഴ്ചയാണ്. അപ്പൊ നമുക്ക് ലക്ഷണവും ലക്ഷണക്കേടും ഒക്കെ നമ്മുടെ ഈ നാട്ടിന്റെ നല്ല നിരക്കുള്ള മുന്നോട്ട് പോക്കിന് വരെ തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. എത്ര ശാസ്ത്രബോധം ഉണ്ടായിട്ടും കാര്യമില്ല, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. ഈ ജാതി ലക്ഷണക്കേടുകളെ പറ്റിയുള്ള വിശ്വാസം വലിയ അബദ്ധങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. ഇസ്ലാം ഇതിനെ വിമർശിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ വളരെ ശക്തമായിട്ട് ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്ന ലക്ഷണം നോക്കുന്ന സംഗതികൾക്കെതിരെ റസൂൽ പ്രചാരണം നടത്തിയിട്ടുണ്ട്. ഖുർആന്റെ ആയത്തുകളാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചത്. ആ ആയത്തുകൾ ഇതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നതാണ്. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ രാജ്യം ഈ സ്വാതന്ത്ര്യം നേടിയത് 947 ഓഗസ്റ്റ് 15-നാണ്. ഓഗസ്റ്റ് 15 എന്നല്ല പറയേണ്ടത്, വളരെ കൃത്യം പറഞ്ഞാൽ ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിലാണ് സ്വാതന്ത്ര്യം നേടിയത്. എങ്ങനെ ഈ അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം നേടുന്നത്? എന്താ ഒരു നേരം വെളുക്കുമ്പോൾ കാത്തിട്ടുള്ളായിരുന്നോ? അല്ലെങ്കിൽ തലേ ദിവസം രാത്രി മുമ്പ് ഈ സ്വാതന്ത്ര്യം എഴുതി കയ്യിൽ കൊടുത്ത് അങ്ങോട്ട് പോയിക്കൂടായിരുന്നോ ഈ ബ്രിട്ടീഷുകാർക്ക്? അവരുടെ ആ പതാക കൊണ്ട് ചുറ്റിക്കെട്ടി അവർക്ക് പോകാൻ കഴിയില്ലായിരുന്നു? അല്ലെങ്കിൽ ഈ പാതിരാക്ക് എല്ലാവരും കിടന്നുറങ്ങുന്ന നേരത്തെ ഈ അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയാറുണ്ട്. അറ്റ് മിഡ് നൈറ്റ് എന്നാണ്. ആ അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം കൈമാറുന്നതിന് പിന്നിൽ എന്തായിരുന്നു? അതിന് പിന്നിൽ ഒരു ലക്ഷണക്കാരാണ്, ഒരു ലക്ഷണചിന്തയായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാരല്ല, നമ്മൾ ഇന്ത്യക്കാരാണല്ലോ. ജവഹർലാൽ നെഹ്റു അതുപോലുള്ള ബുദ്ധിജീവികളും യുക്തിവാദികളും മതബോധമില്ലാത്ത അദ്ദേഹം മതവിശ്വാസിയല്ല, ഒരു അജ്ഞേയവാദിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഭരിക്കേണ്ടത് ഈ ജനതയാണ്. അദ്ദേഹം അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കേണ്ടത്. അർദ്ധരാത്രിയിലേക്ക് സ്വാതന്ത്ര്യം നീക്കി വെച്ചത് പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നേരം പുലരുന്നതോടുകൂടി അന്നത്തെ ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് അശുഭകരമായ ഒരു ദിവസമാണ്, ലക്ഷണം കെട്ട ദിവസമാണ്. നിമിത്തശാസ്ത്രം എന്നാണ് അവരതിന് പറയും. ഈ ശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ധരിക്കുന്നത് ഇതൊക്കെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച സംഗതിയാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വിജ്ഞാനം, ഒരു വിവരം നേർത്തുള്ളൂ. ആ നിമിത്തശാസ്ത്രം എന്ന് അവരതിന് പറയും. ഈ ഹസ്തരേഖാശാസ്ത്രം എന്ന് പറയുന്നില്ലേ, കയ്യിലെ വരയും കുറിയും ഒക്കെ നോക്കിയിട്ട് ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ പ്രവചിക്കുന്ന മഹാമണ്ഡന്മാരായ ആളുകളുടെ ആ വിവരത്തിനും പറയുന്നത്
ഹസ്തരേഖാശാസ്ത്രം എന്നാണ്. അപ്പൊ ശാസ്ത്രം എന്ന് പറയുമ്പോഴേക്ക് നമ്മളെ കൂടി നേരാന്ന് വിചാരിക്കേണ്ട. നിമിത്ത ശാസ്ത്രം അനുസരിച്ച് പിറ്റേക്ക് വെള്ളിയാഴ്ച ദിവസം പകൽ നേരം വെളുത്തതിന് ശേഷം ലക്ഷം കെട്ട ദിവസം. അപ്പൊ ആ ദിവസം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ അത് ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാർക്കും കാലാന്ത്യം വരെ ലക്ഷണക്കേടായിരിക്കും എന്നതുകൊണ്ട് ബുദ്ധിമാന്മാരായ രാഷ്ട്രതന്ത്രജ്ഞരായ ആളുകൾ പ്രജകളെ എങ്ങനെ ഭരിക്കണം കൊണ്ടുനടക്കണം എന്നൊക്കെ അറിയാൻ സാമർഥ്യമുള്ള ആളുകളായിരുന്ന നെഹ്റുവിനെ പോലുള്ള ആളുകൾ എന്ത് ചെയ്തു? നേരം വെളുക്കുന്നതിന് മുമ്പ് അർദ്ധരാത്രി ആ സ്വാതന്ത്ര്യം കൈമാറി, സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങി. അപ്പൊ അതോടുകൂടി ആ പ്രശ്നം കൊടുത്തു. നിങ്ങൾ നോക്കി, ആരാണ് ഈ ആളുകളൊക്കെ? വലിയ ബുദ്ധിജീവികളായ ആളുകൾ, വലിയ സമർത്ഥരായ ആളുകൾ, മറ്റു മേഖലകളിലൊക്കെ വലിയ സാമർത്ഥ്യം തെളിയിച്ച ആളുകൾ. ശാസ്ത്രജ്ഞന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഫീൽഡിൽ വളരെ വൈദഗ്ധ്യം സിദ്ധിച്ച ആളുകളാണ്. പക്ഷെ ആ ആളുകളാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇത്തരം ലക്ഷണത്തോടും ഒക്കെ കൊണ്ടു നടക്കുന്നത്. ഇങ്ങോട്ട് ഈ ചില വാഹനങ്ങളൊക്കെ വാങ്ങുന്ന ആളുകൾ, മുസ്ലിങ്ങളാണെങ്കിൽ അതിനവർക്ക് ഒരു ഫാൻസി നമ്പർ ഉണ്ട്. എന്താണ് അവരുടെ ഫാൻസി നമ്പർ അറിയുന്നത്? 786 അല്ലെങ്കിൽ 313 ഒക്കെ കിട്ടണം നമ്പറായിട്ട്. കാറിന്റെ വാഹനത്തിന്റെ ഒക്കെ നമ്പർ 786 ആയി കിട്ടിയാൽ എന്തോ ഒരു മഹാഭാഗ്യാണ്. എന്താ 786? അത് ഡിസ്മിക്ക് പകരം ഇടുന്ന നമ്പറാണെന്ന 786 എഴുതിയാൽ പിന്നെ അത് ഡിസ്മി എഴുതുന്നതിന് പകരം അപ്പൊ അതെന്തോ ലക്ഷണമുള്ള ബർക്കത്താക്കപ്പെട്ട നമ്പറാണെന്ന. ആരായിതൊക്കെ പറയുന്നത്? ഇതൊക്കെ ആളുകൾ പറയാം അങ്ങനെ ഇങ്ങനെയാണെന്ന് അവരാണ് തീരുമാനിക്കുക. അള്ളാഹുവിന്റെ ഖുർആനിൽ ഉണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മളങ്ങനെ പറയാം ഏതോ അന്ധവിശ്വാസികൾ പറഞ്ഞിട്ടൊക്കെ. 313 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങുന്ന ആളുകൾ. ചില ആളുകളുടെ വാഹനത്തിന് നമ്പർ നോക്കിയാൽ കാണുന്ന നിൽക്കും ഈ 313 786 അതിനു വേണ്ടി ലക്ഷങ്ങളാണ് അവർ ചെലവഴിക്കുന്നത്. വേറെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്കോ പട്ടിണി മാറ്റാനോ അതുപോലെ ഗുണകരമായ ഒരു കാര്യത്തിനോ 10 പൈസ ചെലവാക്കാത്ത ആളുകൾ, അവരുടെ സക്കാത്തിന്റെ വിഹിതം ഒരു നയാ പൈസ സാധുക്കളായ ആളുകൾക്ക് കൊടുക്കാത്ത ആളുകൾ, ആർഭാടത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഫാൻസി നമ്പറുകൾ എന്ന് അവർ പറയുന്ന, അവർക്ക് ലക്ഷണം ഉള്ള നമ്പറുകൾ എന്ന് പറയുന്ന നമ്പറുകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയിട്ട് അവരിങ്ങനെ നമ്പർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ 756 313 ഒക്കെ ആ രൂപത്തിൽ വരുന്ന നമ്പറുകളാണ്. ഇത് നമുക്ക് മുസ്ലിങ്ങളുടെ ഇടയിലാണ്. വേറെ ചില രാജ്യങ്ങളിലൊക്കെ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചില നമ്പറുകളൊക്കെ ലോഡ്ജിന് ഉണ്ടാവില്ല. ലോഡ്ജിന് ഇങ്ങനെ സീരിയലായിട്ട് 1, 2, 3 ഒക്കെ എഴുതാം. ചിലർക്ക് 7 ഉണ്ടാവില്ല. എന്തോ ലക്ഷം കിട്ട നമ്പറാണ്. അങ്ങനെ ചില നമ്പറുകളൊക്കെ ലോഡ്ജിന്റെ റൂമുകൾക്ക് നമ്പറായിട്ട് ഒഴിവാക്കിയിടുന്നു. കാരണം എന്താ? ആ നമ്പർ ലക്ഷണക്കേടാണ്. ഇതാരാ വിശ്വസിക്കുന്നത്? നല്ല ശാസ്ത്രബോധമുള്ള ആളുകൾ, നല്ല ബുദ്ധിജീവികൾ, നല്ല സമർത്ഥരായ ആളുകൾ. അപ്പൊ ഈ ലക്ഷണം നോക്കുക എന്ന് പറയുന്ന വളരെ പൗരാണികം എന്നാൽ ഏറ്റവും ആധുനികമായ ആളുകളുടെ ഇടയിൽ പോലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഒരേ നമ്പർ, ലക്ഷണം കെട്ട നമ്പറിന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ എയും ബിയും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ആ നമ്പർ ഇങ്ങനെ പരിഹരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ ലക്ഷണക്കേട്. ഈ നമ്മുടെ ഈ രാജ്യം ഭരിക്കുന്ന വലിയ രാഷ്ട്രീയക്കാരുണ്ട്, വലിയ സമർത്ഥരാണ് അവരൊക്കെ. നമ്മൾ ഇന്ത്യ രാജ്യം ഭരിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യമൊന്നല്ല. പല ഭാഷയും പല സംസ്കാരവും പല മതവും എല്ലാ സ്വാതന്ത്ര്യവും ഒക്കെ ഒരുപോലെ നടക്കുന്ന ഒരു രാജ്യം സമർത്ഥമായി എല്ലാ കുരുക്കുകൾക്കിടയിലൂടെയും ചാടിക്കടന്ന് ഭരിച്ചു കൊണ്ടുപോകാൻ ചില കാര്യമല്ല. അത്ര വലിയ വിദഗ്ധന്മാരാണ്, ബുദ്ധിജീവികളാണ് നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും രാജ്യം ഭരിക്കുന്നവരൊക്കെ. അവരും സാമർത്ഥ്യം കഴിവില്ലാത്തവരല്ല. പക്ഷെ അവർ കണ്ടിട്ടുള്ളത് ഒരു ഇലക്ഷന്റെ സമയത്ത് പ്രകടന പത്രിക കൊടുക്കണമെങ്കിൽ അതിനവർ വാവും രാവും കാലവും ഊഴവും നാഴികയും വിനാഴികയും ഒക്കെ നോക്കി സമയമൊക്കെ കൃത്യമാക്കി സമയദോഷമൊക്കെ ഒഴിവാക്കിയിട്ട് ആ സമയം നോക്കി അവരെന്ത് ചെയ്യുള്ളൂ? എല്ലാ പക്ഷത്തിലും ഇടത്തായാലും വലത്തായാലും ഇനി അതല്ലാത്ത വേറൊരു പക്ഷം ഉണ്ടെങ്കിൽ ആ പക്ഷക്കാരെയൊക്കെ ഇതൊക്കെ നോക്കിയിട്ട് അവരുടെ പ്രകടന പത്രിക കൊടുക്കാൻ രാഷ്ട്രീയ ഓഫീസിലെത്തുകയുള്ളൂ. അതിന് കാരണം എന്താ? അത് ലക്ഷണശാസ്ത്രമാണ്. സമയവും കാലവും ഒക്കെ പ്രത്യേക സമയത്ത് നല്ല ലക്ഷണമാണെന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ ചില മുസ്ലിം സംഘടനകളുടെ, നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആ സംഘടനയുടെ ഔദ്യോഗികമായ കലണ്ടർ വെക്കാറുണ്ട്. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ സംഘടിക്കാൻ പറയുന്നത്. നമ്മൾ അവർ ഔദ്യോഗികമായിട്ട് അവരുടെ കലണ്ടർ വെക്കാറുണ്ട്. ആ കലണ്ടർ മറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ഓരോ പേജിലും ഓരോ മാസത്തെ പേജുകളിലും സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചാൽ ഈ മാസത്തിലെ നഹസ്സുള്ള ദിവസങ്ങൾ, ലക്ഷണം കെട്ട ദിവസങ്ങൾ, ലക്ഷണമുള്ള സമയങ്ങൾ, ഇന്ന ദിവസം ഇത്ര മണിക്കൂർ മുതൽ ഇത്ര മണിക്കൂർ വരെ, ഇത്ര മണി വരെ നല്ല സമയം, ഇന്ന ദിവസം ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ മോശം, ലക്ഷണം കെട്ട സമയം, അതുകൊണ്ട് അവിടെ അതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കലണ്ടറുകളിൽ
അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന മുസ്ലിം കലണ്ടർ മുസ്ലിം സംഘടനകൾ കാണ്ടുപുരം പൊട്ടു മുസ്ലിം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ചേർക്കുന്ന കലണ്ടർ അതിന് മാത്രം രേഖ വെച്ചുകൊണ്ടാണ്. ഈ മാതൃഭൂമി അതുപോലെ ഹിന്ദുക്കളുടെ പഞ്ചാംഗം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പരിശോധിച്ചൊക്കെ കാണാം. ഇങ്ങനെ ഈ നാഴികയും വിനാഴികയും രാഹുകാലവും ഗുളികകാലവും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലക്ഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ മുസ്ലിങ്ങളുടെ ആൾക്കാരുടെ നിങ്ങൾക്കറിയില്ലേ, ഈ മുഹറം 10 വരെയുള്ള ദിവസങ്ങൾ ലക്ഷണം കെട്ട ദിവസങ്ങളാണ് മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷത്തിന്റെ അടുക്കൽ. ലക്ഷണം കെട്ട ദിവസം. ആ സമയത്ത് കല്യാണം നിശ്ചയിക്കാൻ പാടില്ല, യാത്രകൾ തീരുമാനിക്കാൻ പാടില്ല, വിവാഹം പോലെയുള്ള സുപ്രധാനമായ കാര്യങ്ങൾ, വീട് കയറി താമസിക്കുക പോലുള്ള സുപ്രധാനമായ കാര്യങ്ങളൊന്നും ചെയ്തുകൂടാ. അതൊക്കെ വളരെ മോശമായ സംഗതികളാണ് എന്ന് ആളുകൾ കണക്കൂട്ടുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ലക്ഷണം കേടും ലക്ഷണവും ഒക്കെ ഹിന്ദു വിശ്വാസവും മുശ്രിക്കുകളുടെ വിശ്വാസവും ജാഹിലിയത്തിന്റെ വിശ്വാസവും ഒക്കെയാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ആളുകൾ ഈ വിശ്വാസങ്ങളൊക്കെ കൊണ്ടു നടക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ലാ ദുആ വലാ തീറത വലാ ഹാമത വലാ സഫറ. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ്. ലാ ദുആ, പിശാച് മുഖേന രോഗം പകരുന്ന ഒരവസ്ഥ. പിശാച് രോഗം പകർത്തില്ല. അവിടെ ജാഹിലിയത്തിന്റെ ഒരു വിശ്വാസമാണ്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നു ലാ ദുആ വലാ തീറത. പക്ഷി ലക്ഷണം നോക്കുന്ന സംഗതിയും ഇസ്ലാമില്ല. അതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പക്ഷി ലക്ഷണമില്ല, ഈ ലക്ഷണം നോക്കുന്ന പരിപാടിയില്ല. വലാ ഹാമത്ത. ഈ ഹാമത്ത് എന്ന് പറയുന്നത് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഒരു പക്ഷിയാണ്. കൂമൻ എന്ന് നമ്മൾ പറയുന്നതിന് തുല്യമായ ആ പക്ഷിയാകാനാണ് സാധ്യത. ആ പക്ഷിയാണ് ഇത്. ഇതിനെ സംബന്ധിച്ച് അവർ വിശ്വസിച്ചിരുന്നത് വീടിന്റെ മുകളിൽ വന്നിരുന്നാൽ അവിടെയുള്ള മരണം സംഭവിക്കുമെന്നായിരുന്നു ജാഹിലിയക്കാർക്ക് വിശ്വസിച്ചു. കൂമൻ എന്ന് പറയുന്ന ഈ പക്ഷി ഏതെങ്കിലും വീട്ടിന്റെ മുകളിലൊക്കെ വന്നിരുന്നാൽ ആ വീട്ടിലേക്ക് ഒരു മരണവാർത്തയുമായിട്ട് വന്നതാണ് അത്. ഒന്നുകിൽ ആ കണ്ടാൾ മരിക്കും, അല്ലെങ്കിൽ ആ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. തെളിവുകളൊക്കെ ഈ ഹാമത്ത് അതേ വിശ്വാസം നമ്മുടെ ആൾക്കാരുടെ അങ്ങനെ അത് തുല്യമായത് എന്തെല്ലാണ്ട്. ഇപ്പോ ഒരു പക്ഷി ഒരു കാക്ക് കൂകിയാൽ വീട്ടിനകത്തൊരു മരക്കൊമ്പിൽ ഇരുന്ന് പറഞ്ഞു അപ്പം ലക്ഷണം പറഞ്ഞു വീട്ടിലേക്ക് വിരുന്നുകാരെ വിളിച്ചു കൊണ്ടുവരികയാണെന്നാണ്. കാക്ക വിരുന്ന് വിളിക്കുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഒരു പള്ളി പൊക്കിയാൽ അട്ടത്തിരുന്ന് നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു പള്ളി വെറുതെ ശബ്ദം ഉണ്ടാക്കിയാൽ നമ്മൾ പറയും ഇപ്പൊ കണ്ടോ ഞാൻ പറയുന്നത് സത്യമാണെന്ന് പള്ളി കൂടി സംഭവിച്ചിരിക്കുന്നു. ലക്ഷണം നോക്കാനായി നമ്മൾ എന്തെല്ലാം ലക്ഷണങ്ങളാണ് നമ്മൾ നോക്കുന്നത്, എന്തെല്ലാം ചെറുതും വലുതും. നമ്മളുടെ തൗഹീദിലുള്ള നല്ല മുവഹീദുകളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ വിട്ടുപോകാതെ സ്വീകരിക്കുന്ന ലക്ഷണങ്ങളാണ്. രാത്രിക്ക് നമ്മുടെ വീടുകൾ കണ്ടില്ലെങ്കിൽ കുട്ടികൾക്കായിട്ട് ഇരുന്ന് വായിക്കാനും പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഒരു പച്ചത്തുള്ളൻ, പച്ചച്ചാട്ടി, പച്ചത്തുള്ളൻ എന്നൊക്കെ പറയും, പല പേരുകളുണ്ട്. ഒരു പച്ചത്തുള്ളൻ വന്നിട്ട് ഇങ്ങനെ കുട്ടികളുടെ പുസ്തകത്തിന് മുകളിലൂടെയൊക്കെ ചാടിപ്പാടി ഇങ്ങനെ പോയാൽ അപ്പൊ പറയും പൈസ ഉണ്ടാകാനാണ്, മുതലുണ്ടാകാൻ വേണ്ടിയാണ്. അപ്പൊ എല്ലാ കുട്ടിയോട് ചോദിച്ചാൽ മുതലുണ്ടാകാനാണ്. അതിന് കാരണം എന്താ? അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ആളുകൾ അതിനെപ്പറ്റി വെച്ച് പുലർത്തേണ്ട ഒരു അന്ധശുക്കിലേക്ക് പക്ഷേ പോയില്ല എന്ന് വരും. പക്ഷേ അന്ധവിശ്വാസം എന്ന നിലക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അവലാഹാമത്ത ഇങ്ങനെ കൂമനെ സംബന്ധിച്ചുള്ള ഈ വിശ്വാസം ശരിയല്ല. അങ്ങനെ ഒരു പക്ഷി അങ്ങനെ ഉപദ്രവിക്കുന്നോ അതിനെ കാണുന്നോ കാണാതിരിക്കുന്നോ ഒരു ലക്ഷണമോ ലക്ഷണത്തോടോ ആയിട്ടല്ല. നിങ്ങൾക്ക് അങ്ങനെ എത്രയും ലക്ഷണം നൽകി നിങ്ങൾ വരാ സഫറ. സഫറ എന്ന് പറഞ്ഞാൽ ഇത് സഫർ മാസം എന്ന് പറഞ്ഞാൽ ഈ ജാഹിലിയ കാലത്ത്, ഇസ്ലാമിന് മുമ്പുള്ള കാലത്ത് സഫർ മാസത്തിൽ ഈ ലക്ഷണം കെട്ട മാസമായിട്ട് ജാഹിലിയ അറബികൾ കണക്കൂട്ടിയിരുന്നു. അതിന് കാരണം അവരുടേതായ ചില വിശ്വാസങ്ങൾ മാത്രമാണ്. ഈ സഫർ മാസത്തിൽ കല്യാണം നടത്താൻ പാടില്ല എന്നും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പാടില്ല എന്നൊക്കെ അവർ വിശ്വസിച്ചിരുന്നു. നമ്മുടെ മുഹറത്തെ പറ്റി കേൾക്കുമ്പോൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് റസൂലുള്ളാഹിന്റെ മിക്ക കല്യാണങ്ങളും നടന്നത് സഫർ മാസത്തിലാണ്. ആയിഷ റളിയല്ലാഹു സാഹിബ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മാസം ഇത് കല്യാണം കഴിച്ചതിന് പൊളിക്കാൻ വേണ്ടി, അപ്പൊ കല്യാണം കഴിക്കാൻ പാടില്ലാത്ത മാസം എന്ന് പറഞ്ഞാൽ ആ മാസം തന്നെ കല്യാണം കഴിച്ച് അതിന് പൊളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളെ ഈ അവലക്ഷണങ്ങളായിട്ടും ശുഭലക്ഷണങ്ങളുമായിട്ട് കണ്ട് നമ്മുടെ കാര്യങ്ങൾ മുടക്കുന്ന സംഗതിയെ ഇസ്ലാം വിമർശിക്കുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു കറുത്ത പൂച്ചയെ കണ്ടാൽ അത് ലക്ഷണക്കേടാണ്. ചില ആളുകളെ കണ്ടാൽ നമ്മൾ പറയും ഇന്ന് നിന്നെയാണല്ലോ കണ്ടത്, തുള്ളി വെള്ളം കിട്ടില്ല. നിന്റെ മുഖം കണ്ടാൽ തന്നെ നീ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ ഓണയാണല്ലോ കണ്ടു, പിന്നെ എങ്ങനെ ശരിയാവുക. അങ്ങനെ എല്ലാവരെയും ആളുകളെ ലക്ഷണം കാണുക, വസ്തുവിനെ ലക്ഷണമായിട്ട് കാണുക, ഓരോന്നും ലക്ഷണക്കേടായിട്ട് കാണുക. അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് ഒരു വിശ്വാസം വെച്ചു പുലർത്തുന്ന നിലപാടും ആ നിലപാടിനെ ഇസ്ലാം വിമർശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു മസ്ഊദ് പറയുന്നു തീർത്ത് ശുർക്കുൻ,
അത്തീയത്ത് ഷിർക്ക്, ലക്ഷം നോക്കുന്നത് ഷിർക്കാണ്. 3 തവണ അദ്ദേഹം പറഞ്ഞു മാ മിന്നാ ഇല്ല വലാകിൻ അല്ലാഹു യുദീഹിബുഹു ബിത്തവക്കുൽ. നോക്കൂ, അദബുൽ മുഫ്രദിലും ഇമാം ബുഖാരി അബൂദാവൂദ് ഉദ്ധരിച്ച റിപ്പോർട്ടാണിത്. പക്ഷെ അധികം ആൾക്കാർക്കും ഈ ലക്ഷണം വരുന്നുണ്ട്, മനസ്സിൽ സ്വാഭാവികം വരും. പക്ഷെ യുദീബുഹു, അള്ളാഹു അതില്ലാതാക്കി കളയുന്നത് ബിത്തവക്കുൽ, അള്ളാഹുവിനോടുള്ള തവക്കുലിന്റെ ഫലമായിട്ടാണ്. അള്ളാഹുവിന് ഭരമേൽപ്പിക്കുന്ന വിശ്വാസത്തിന്റെ ഫലമായിട്ട് ഈ സംഗതി മനസ്സിൽ ഇല്ലാതാക്കി കളയാൻ കഴിയുന്നു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തിയായിട്ട് വിമർശിച്ചിരിക്കുകയാണ്. ലൈസ മിന്നാ മൻ തുതയ്യറ വലാ മൻ തുതയ്യിറഹു. റസൂൽ പറഞ്ഞു, പക്ഷി ലക്ഷണം നോക്കുന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ആർക്കെങ്കിലും വേണ്ടി ലക്ഷണം നോക്കപ്പെട്ടാൽ അവനും നമ്മുടെ കൂട്ടത്തിലല്ല. ജ്യോത്സ്യനെയും അതുപോലെ ആളുകളെയും സമീപിക്കുന്നതും നമ്മുടെ കൂട്ടത്തിലല്ല. സിഹിർ ചെയ്യുന്നവനും സിഹിർ ചെയ്യപ്പെടുന്നവനും നമ്മുടെ കൂട്ടത്തിലല്ല എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ വല്ലതും മനസ്സിൽ തോന്നിയാൽ അതിന്റെ പേരിൽ നമ്മൾ ഒരു കർമ്മത്തിൽ പിന്തിരിയാൻ പോലും പാടില്ല എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. റസൂലിനോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി നോക്കൂ നിങ്ങൾ. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകളാണ്. ഫലായസുദ്ധന്നക്കും, അങ്ങനെ തോന്നിയാൽ നിങ്ങൾ ഒരു കർമ്മത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. അതിന് പിന്തിരിയാൻ പാടില്ല. ആ തീരുമാനത്തിൽ മുന്നോട്ട് തന്നെ പോകണമെന്നാണ്. അങ്ങനെ ആരെങ്കിലും പിന്തിരിഞ്ഞാൽ ഫഖദ് അശ്റക, അവർ ശിർക്ക് ചെയ്തു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ചാണ്. ശിർക്ക് വരുന്നത് എങ്ങനെയാണ് ശിർക്ക് വരുന്നത്? നമ്മളെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അള്ളാഹുവാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ശക്തിയും കഴിവും അള്ളാഹുവിനല്ലാതെ ഇല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅ്ത. അള്ളാഹുവേ, നീ നൽകിയ തടയാൻ കഴിയുന്നവരില്ല, തടഞ്ഞത് നൽകാൻ കഴിയുന്നവരില്ല. ഒരാൾ എത്ര കഴിവുള്ളവന്റെ കഴിവും നിന്റെ അടുക്കൽ ഒരു ഉപകാരം ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരു പക്ഷിയോ കാക്കയോ പട്ടിയോ പൂച്ചയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുകയും ചാടുകയും ചെയ്യുന്നതിന് ലക്ഷ്യം നോക്കി പിന്തിരിയുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് അർപ്പിക്കേണ്ട തവക്കുൽ അവിടെ മറ്റുള്ളവരിലേക്ക് അർപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്ന ഇങ്ങനെ വല്ലതൊക്കെ സംഭവിക്കും. നമുക്ക് 10 മണിയാകുമ്പോൾ ഇവിടെ കറണ്ട് കെട്ടുകൊടുക്കുന്ന അവരെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ നടത്തിയൊരു പ്രാർത്ഥന, നമ്മൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന നമ്മൾ ഓർത്തു വെക്കുക. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറു വലാ ഖൈറ ഇല്ലാ ഖൈറു വലാ ഇലാഹ ഗൈറു. ഇങ്ങനെ വല്ലതൊക്കെ മനസ്സിൽ തോന്നുമ്പോൾ നടത്താൻ വേണ്ടി അള്ളാഹു റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥന. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറു, അള്ളാഹുവേ, നിന്റെ ലക്ഷണമല്ലാതെ മറ്റൊരു ലക്ഷണവുമില്ല. വലാ ഖൈറ ഇല്ലാ ഖൈറു, നീ നൽകിയ നന്മയല്ലാതെ വേറൊരു നന്മയുമില്ല. വലാ ഇലാഹ ഗൈറു, നീ അല്ലാതെ ഒരു ആരാധ്യനേ ഇല്ല എന്ന് പ്രത്യേകം ശിർക്ക് വരാതിരിക്കാൻ വേണ്ടി നീ അല്ലാതെ ഒരു ഇലാഹേ ഇല്ല എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഈ ഭാഗം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളുടെ ജീവിതത്തിൽ മുസ്ലിം കുടുംബത്തിലും മുസ്ലിങ്ങളുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് മുജാഹിദുകൾ മുവഹിദുകൾ എന്നൊക്കെ പറയുന്ന ആളുകളുടെ ജീവിതത്തിലും ചെറിയ ചെറിയ ലക്ഷണങ്ങളും ലക്ഷണക്കേടുകളൊക്കെ കരുതി നടക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അത്തരം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഒഴിവാക്കി ശുദ്ധ ഏകദൈവ വിശ്വാസം, തൗഹീദ് കലർപ്പില്ലാത്ത വിധത്തിൽ അതിന്റെ പൂർണ്ണതയോടുകൂടി കൊണ്ടു നടക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ സ്വീകരിക്കുന്ന തൗഹീദാണ് പരലോകത്തേക്ക് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. നമുക്ക് ഈ ശിർക്ക് സംഭവിക്കുമ്പോൾ അതിന് യാതൊരു നിവൃത്തിയില്ല. അത്തരം ചില കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടാനാണ് വിശ്വാസ വിശുദ്ധിയെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് പറഞ്ഞത്. ഈ ആഴ്ചയിൽ അതിനെ തുടർന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച നമുക്ക് ഇൻഷാ അല്ലാഹ് സമയം കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് പറയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ തൗഹീദ് ഒരു കലർപ്പില്ലാത്ത വിധത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ, അങ്ങനെ ജീവിച്ചു മരിക്കാൻ, പരലോകത്ത് ഒരു വിചാരണയുമില്ലാതെ 70,000 ആളുകൾ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ പെടാൻ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവണേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ വിശ്വാസ പ്രശ്നങ്ങൾ പരിഹരിച്ച് നന്നാക്കി തീർക്കുമാറാവണേ. നിന്റെ ദീനനുസരിച്ച് ജീവിച്ചു മരിക്കാൻ നാഥ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവണേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. السلام عليكم ورحمة الله